ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. അധികാരത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടി, കീർത്തിക്ക് വേണ്ടി ദുരഭിമാനം കൊണ്ട് പലരും പല പാർട്ടിയിൽ നിന്നും മാറാതെ നിൽക്കുകയാണ്. മാറിയാൽ ഇവിടെ പോകും. പക്ഷെ അവരാലോചിക്കേണ്ട അവരെ മക്കളുടെ കാര്യമാണ്, മക്കളുടെ കാര്യമാണ്. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സമ്പാദിക്കുന്നതും അങ്ങനെ ഉപജീവനം എന്നുള്ള നിലയിൽ ജീവിച്ചു പോകുന്നതുമൊക്കെ മക്കളുടെ മക്കൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ആരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എന്തിനാണ് ജീവിക്കുക? മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഞാൻ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, കുടുംബത്തിന് വേണ്ടിയാണ് സമ്പാദിച്ചത്. അപ്പോൾ കഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ളവർ നാളെ ഇത് അനുഭവിക്കാൻ ഉണ്ടാകുമോ? ഇവിടെ ചിന്ത എന്താണ്? നമുക്കൊരു ഗവൺമെൻറ് ഇല്ലേ, കേന്ദ്ര ഗവൺമെൻറ് ഇല്ലേ, അവർ നോക്കിക്കൊള്ളും, ഒരു ചുക്കും ചെയ്യാൻ പോകില്ല. നമുക്കിവിടെ ഒരു കോടതിയില്ലേ, ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടും. ആ കോടതി ആയിരിക്കില്ല 2047 വരുമ്പോഴുള്ള കോടതി. ബംഗ്ലാദേശിലെ ഹിന്ദുവിന് എന്ത് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടിയോ? 27% കൂടുതലുണ്ടായിരുന്ന ഹിന്ദു 1% താഴെ വന്നത് എങ്ങനെ? ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടിയതുകൊണ്ടാണ്. ആണോ? ഇതൊക്കെ ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനും അല്പമെങ്കിലും മൂളയുള്ള കോൺഗ്രസ്സുകാരനും ഒന്ന് ആലോചിക്കണം. അത് ആലോചിക്കേണ്ട സമയം ഇതാ അതിക്രമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി പറയുന്നത്? ഇവിടെ BJP വളർത്താനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാനൊരു BJPക്കാരനുമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു പാർട്ടിയുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. നാളെ എനിക്കിവിടെ എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാൽ, എന്നെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ താല്പര്യമില്ല. കാരണം എൻ്റെ ജോലി അതല്ല. രാമരാജ്യത്തിലെ രാമൻ്റെ ഉപദേഷ്ടാവായിട്ടിരുന്ന വസിഷ്ഠനാണ്, സന്യാസിയാണ്. സന്യാസി രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലേ? രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും നിയന്ത്രിച്ചതും ഉപദേശിച്ചതും സന്യാസിയാണ്. മരവിരുടുത്ത സന്യാസിയാണ്, ജടാധാരിയായ സന്യാസിയാണ്. കൃഷ്ണനും ഗുരുവുണ്ടായിരുന്നു, രാമനും ഗുരുവുണ്ടായിരുന്നു, നമ്മുടെ ഈ അവതാരങ്ങൾക്ക് പോലും ഗുരുക്കന്മാരുണ്ടായിരുന്നു, സന്യാസിമാർ അല്ലേ? അപ്പോൾ സന്യാസി എന്ന് പറയുന്ന ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ധർമ്മത്തിൻ്റെ പ്രതീകമാണ് സന്യാസിയെങ്കിൽ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ ചെന്ന് കൈനീട്ടരുത്. ധർമ്മത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം, അതിനുവേണ്ടി ജീവിക്കണം, അതിന് മാതൃകയായി നമ്മൾ നിൽക്കണം. പ്രലോഭനങ്ങളിൽ കൊടുങ്ങരുത്. വേഷമിട്ടതുകൊണ്ട് ആരും സന്യാസിയാവില്ല, പേര് മാറ്റിയതുകൊണ്ട് ആരും സന്യാസിയാവില്ല. അതൊരു സംസ്കാരമാണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അവിടെ ശത്രുതയില്ല. വീണ്ടും 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 എടുത്ത് പറയുന്നു, ശത്രുത ലോകത്ത് ഒരു ജീവരാശിയോടും ഇല്ലാത്തവനാണ് സന്യാസി. എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഒരു ജീവരാശിയോടും വിരോധമില്ല. അതാണ് ഈ ആശ്രമത്തിൻ്റെ പാരമ്പര്യം, സന്യാസത്തിൻ്റെ പാരമ്പര്യം. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരായിരുന്നാലും ശരി, ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളായിരുന്നാലും ശരി, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യത്വവും ധർമ്മവും സംസ്കാരവും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരെയും സംസാരിച്ച് അല്ലെങ്കിൽ വാഗ്വാദത്തിൽ തോൽപ്പിച്ച് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നുമുള്ള ശ്രമമല്ല. അത് നമ്മുടെ ധർമ്മമാണ്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ, എനിക്കൊരു പ്രാർത്ഥനയുള്ളത്, ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാരോട് പ്രാർത്ഥനയുള്ള, സഹോദരന്മാരെന്ന് പറയുമ്പോൾ നേതാക്കന്മാരോട്, സംഘടനാ നേതാക്കന്മാരോട് പ്രാർത്ഥനയുള്ളത്, സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന സംഘടനകളും ഇസ്ലാം സംഘടനകളുണ്ടാവും. പക്ഷേ അല്ലാത്തവരോട് പറയാനുള്ളത്, ഒരിക്കലും ഈ നാടിൻ്റെ സ്വസ്ഥത കളയരുത്. ഈ നാടിനെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനം ദയവ് ചെയ്ത് പാടില്ല. കാരണം അങ്ങനെ വന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ, ഹിന്ദുക്കൾ പരാജയപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സൗഹാർദ്ദം അതങ്ങ് നശിക്കും. വിരോധം സമൂഹത്തിൽ പലരോടും ഉണ്ടാകും. ഇതൊക്കെ ഇവിടുത്തെ സ്വസ്ഥമായ അന്തരീക്ഷത്തെ നശിപ്പിക്കും. അതുകൊണ്ട് ഭാരതത്തിൽ എന്തുകൊണ്ട് മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ സ്വസ്ഥരായി, സ്വതന്ത്രരായി, അതുപോലെ ശാന്തരായി, സമാധാനത്തോടു കൂടി ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം ഇവിടുത്തെ ഭരണകൂടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഹിന്ദുവിൻ്റെ സംസ്കാരം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഹിന്ദുവിൻ്റെ ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കിയാൽ നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. അത് അവരവർക്ക് അത് ദോഷം ചെയ്യും, മൊത്തത്തിലും ദോഷം ചെയ്യും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇതെല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക്
നമ്മുടെ ഗുരുക്കന്മാരുടെ പാരമ്പര്യം മനുഷ്യൻ ദൈവമായി മാറുന്നതും ഈ കർമ്മം ഈശ്വരീയമായി മാറ്റുന്നതുമാണ്. അപ്പോൾ മനുഷ്യരാണ് ദൈവം, കർമ്മമാണ് ഈശ്വരൻ. ആ തലത്തിലേക്കല്ലേ ഗുരുക്കന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രഭാരത്തിൽ നടന്നിട്ടുള്ളത്. നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി, നീ തന്നെയാണ് ഞാൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് നീ ഈശ്വരൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഗുരുക്കന്മാരും പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു. അതേപോലെ പറഞ്ഞു പ്രജ്ഞാനം ബ്രഹ്മ, ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. അയം ആത്മബ്രഹ്മ, ആത്മാവ് തന്നെ, പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഇങ്ങനെ പല രീതിയിൽ പറയുമ്പോഴും ഇത് ഈശ്വരൻ എല്ലാവരുടെയും സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ, എല്ലാവർക്കും തുല്യമാണ് എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും മൃഗങ്ങൾ ഈശ്വരനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഈശ്വരൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? ഇല്ലല്ലോ. ഏതെങ്കിലും പക്ഷികൾ ഈശ്വരനെ പൂജിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം മനുഷ്യന് മാത്രമാണ് ഈശ്വരൻ എന്നുള്ള ഒരു തത്വത്തെ ഉൾക്കൊള്ളുവാനും ഈശ്വരത്വം എന്നുള്ള ഒരു പദവി ആർജിക്കുവാനും ഉള്ള കാര്യങ്ങൾ ഈശ്വരൻ തന്നെ തലയിൽ കൊടുത്തു വച്ചിരിക്കുന്നത്. ആ ഒരു ബോധം, ആ ഒരു വിവേകം, ആ ഒരു തിരിച്ചറിവ്. കാരണം പരിമിതികളില്ലാത്ത പരമമായ സ്വാതന്ത്ര്യം, അൾട്ടിമേറ്റ് ഫ്രീഡം അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ ഒഴിവാക്കി എങ്ങനെയാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് തപസ് എന്ന് പറയുന്നതും വേദാന്തം എന്ന് പറയുന്നതും. ആ അനുഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയും ഈശ്വരനായി മാറും. പക്ഷെ ഇവിടെ കാവ്യുടുത്ത് നടന്നുകൊണ്ട് ഓരോരുത്തർ കാണിക്കുന്ന, എല്ലാവരെയും അല്ല, ചില ആളുകൾ, കാരണം പണ്ട് രാവണനും കാവ്യുടുത്തുകൊണ്ടാണല്ലോ വന്നത്. കാരണം കാവ്യുടുത്ത് അല്ലെങ്കിൽ സന്യാസിയുടെ രൂപം സ്വീകരിച്ചാൽ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ കഴിയും എന്ന് അന്ന് രാമായണ കാലഘട്ടത്തിൽ, ത്രേതായുഗത്തിൽ രാവണനും അറിയാമായിരുന്നു. അതിൻ്റെ അപകടമാണ് സീതയ്ക്ക് സംഭവിച്ചത്, ഇല്ലേ? അതുകൊണ്ട് ഇത് തന്നെയാണ് ഇന്ന് ജ്യോത്സ്യന്മാരുടെ അടുത്തും തന്ത്രിമാരുടെ അടുത്തും മന്ത്രിമാരുടെ അടുത്തും അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള ആളുകളുടെ അടുത്തും അതുപോലെ തന്നെ ചർച്ചിലും മസ്ജിദിലും എല്ലായിടത്തും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ കള്ളനാണയം എല്ലാറ്റിലുമുണ്ട്. അത് ഒരു സമൂഹത്തിൽ, ഒരു സമാജത്തിൽ, ഒരു സംഘടനയിൽ, ഒരു ജാതിയിൽ, ഒരു മതത്തിൽ എന്നുള്ളതല്ല, എല്ലാറ്റിലുമുണ്ട്. കാരണം മനുഷ്യന്മാരിൽ നല്ലവരും നല്ലവരല്ലാത്തവരുമുണ്ട്. ഇനി 100% നല്ലതല്ലാത്ത ആരും ഈ ലോകത്തില്ല. അവൻ മനുഷ്യനല്ല. അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും സ്നേഹം ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളോടെങ്കിലും ഉണ്ടാകും. നന്മയുണ്ട്. പക്ഷേ ഈ നന്മതിന്മകളുടെ ഏറ്റക്കുറച്ചിലുകളിൽ തിന്മയുടെ സ്വാധീനം വ്യക്തിയെ ബാധിക്കാത്ത രീതിയിൽ നന്മ വളർത്തിയെടുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് മനുഷ്യത്വത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലാതെ കാവ്യുടുത്ത് നടന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സന്യാസി എന്ന് വിലയിരുത്തരുത്. അങ്ങനെയുള്ളവരെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ പാദ പൂജ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ആൾ ദൈവമാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടല്ലോ. ആളുകളാണ് ദൈവങ്ങൾ. ഈ ആളാണ് ദൈവമാകുന്നത് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. മനുഷ്യന് മാത്രമേ ദൈവമാകാൻ പറ്റൂ. കുംഭമേളയിൽ വന്ന് സന്യാസിമാരെ കണ്ടല്ലോ, അല്ലേ? സന്യാസിനെയൊക്കെ കണ്ടില്ലേ? വളരെ അടുത്തെനിക്കറിയാം. പണ്ടാരായിരുന്നു, ഇപ്പം ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം വിപ്ലവം തലയിൽ കയറി നടന്ന ആളുകളും പിൽക്കാലത്ത് ആ ബോധത്തിന് പരിവർത്തനം വന്ന് മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് സന്യാസം എന്ന് പറയുന്ന മാർഗം സ്വീകരിച്ച് പോകുന്നത് നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നമ്മൾ കാണുന്നു, ഇല്ലേ? അപ്പോൾ ആത്യന്തികമായിട്ട് ഏത് ചിന്താഗതിക്കാരനും അവൻ്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ആധ്യാത്മികമായ തലത്തിലേക്ക് വന്നേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ യാതൊരു മാത്സര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടാകും. പിന്നെ സമ്പൂർണ്ണമായി അങ്ങനെ നമുക്കുണ്ടാകും എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. എപ്പോഴും ധർമ്മത്തിൻ്റെ ഭാഗത്ത് 5% മതി. അതാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള വ്യത്യാസം. അന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം, എല്ലാ കാലഘട്ടങ്ങളിലും ഇതുണ്ടായിരുന്നു. പക്ഷേ 5% ധർമ്മത്തിന് 95% വരുന്ന അധർമ്മത്തെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഗുരുക്കന്മാരെ ആക്ഷേപിക്കാതെ, ഗുരുക്കന്മാരെ അപഹസിക്കാതെ, എന്താണ് ഗുരുവെന്ന് മനസ്സിലാക്കുകയും സംസ്കാരം എന്താണെന്ന് ചിന്തിക്കുകയും ധർമ്മം എന്താണ് അല്ലെങ്കിൽ സനാതനം എന്താണ് എന്നൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞ കുംഭമേളയും അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ വിലപ്പെട്ട അറിവും സമയവും നമുക്ക് വിനിയോഗിച്ച സന്ദർശിക്ക് പ്രണാമം. ചാനൽ TTയുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ
വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.